ഹായ് മക്കളെ, 6ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അമൃതം നുകരാം എന്ന് പറയുന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമായ അടുക്കള എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ പ്രവർത്തനവുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ യൂണിറ്റിൻ്റെ തുടക്കത്തിലുള്ള പ്രവർത്തനം നമുക്ക് നോക്കാം. ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇതുമായി ബന്ധപ്പെട്ടതാണ്. വിശപ്പിനേക്കാൾ നല്ല കറിയില്ല, സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല. അടുക്കള എന്ന വലിയ ലോകത്തിൻ്റെ കാണാക്കാഴ്ചകളിലേക്കാണ് ഇവിടെ പോകുന്നത്. സദ്യയുടെ വിഭവങ്ങൾ പ്രധാനപ്പെട്ടതാണ് എരിശ്ശേരി. കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട് മുളകുപൊടി തൂവും. അളവ് കുറച്ചാണ് ഇതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത്. തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്ത് മാറ്റിവെക്കും. ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് പാകപ്പെടുത്തുക. ഈ വറവിൻ്റെ പാകമാണ് എരിശ്ശേരിയുടെ രുചിയുടെ അടിസ്ഥാനം. കുറച്ച് തേങ്ങ അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണത്തിൽ കലക്കി ഒഴിക്കുന്നു. ഈ കൂട്ടാൻ അധികം തിളക്കാൻ പാടില്ല, സ്വാദും മണവും നഷ്ടപ്പെടുമത്രേ. സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം. എരിശ്ശേരി തിളക്കുന്നത് പോലെയേ പെങ്കിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പ്രമാണത്തിൽ ഉണ്ട്. കാലപ്പകർച്ചകൾ ദേവകി നിലയങ്ങോടാണിത് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു ഭക്ഷണ വിഭവം പാകം ചെയ്യുന്നതിൻ്റെ ചില സൂചനകളുള്ള കുറിപ്പാണ് നിങ്ങൾ വായിച്ചത്. പാചകത്തെ പറ്റി മാത്രം പറയുന്ന കുറിപ്പാണോ ഇത്? പാചകം ചെയ്യലും പാകം തിരിച്ചറിയലും സ്ത്രീകളുടെ മാത്രം കടമയാണെന്ന ചിന്തക്ക് ഇന്ന് മാറ്റം വന്നിട്ടില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതി കൊടുക്കാം. ഇത് വെറും പാചകത്തെ പറ്റിയുള്ള കുറിപ്പല്ല. പഴയ കാലത്തെ സ്ത്രീകളുടെ ജീവിത രീതികളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അന്നത്തെ അവരുടെ അവസ്ഥയെക്കുറിച്ചും ഈ കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എരിശ്ശേരി ഉണ്ടാക്കുന്ന വിധം പറഞ്ഞതോടൊപ്പം എരിശ്ശേരി തിളക്കുന്നത് പോലെ പെങ്കിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളുന്നുവെന്ന പഴയ ചിന്താഗതി വ്യക്തമാക്കുന്നു. എരിശ്ശേരി കൂടുതൽ തിളച്ചു കഴിഞ്ഞാൽ രുചി കുറയുന്നത് പോലെ തന്നെ സ്ത്രീകൾ കൂടുതൽ ചിരിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ചിന്താഗതിയാണ് ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. പണ്ട് സ്ത്രീകളുടെ കുത്തകയായിരുന്നു അടുക്കള. എന്നാൽ ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പാചകം ചെയ്യുകയും വീട്ടുപണികൾ ചെയ്യുകയും ചെയ്യുന്നു. റെസ്റ്റോറൻറ്റുകളിലും പുരുഷന്മാരുടെ സാന്നിധ്യം കാണാൻ കഴിയുന്നുണ്ട്. പഴയ ചിന്തകൾക്ക് മാത്രമല്ല പ്രവൃത്തികൾക്കും മാറ്റം വന്നിരിക്കുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. എരിശ്ശേരി തിളക്കുന്നത് പോലെയേ പെങ്കിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചർച്ച ചെയ്ത് കണ്ടെത്തലുകളും അഭിപ്രായങ്ങളുമാണ് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും? ചിരി എന്നത് ആരുടെയും അവകാശമല്ല, ആരുടെയും നിയന്ത്രണത്തിലുമല്ല. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനും ചിരിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ന് നമുക്കുണ്ട്. ആർക്കും അതിൽ നിയന്ത്രണം വെക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ള അവകാശമില്ല. പഴയ ചിന്തകളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും മാറ്റങ്ങൾ ആവശ്യമായ മേഖലകൾ ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ ഇപ്പോഴും മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ വരണം എന്നുള്ളതും കൂടെ നമുക്ക് പറയാം. ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. അടുക്കള എന്നുള്ളതാണ്. ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ, അപ്പോൾ അടുക്കളയോ? അടുക്കള എല്ലാവർക്കും വേണോ? അപ്പോൾ അടുക്കള എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു കവിതയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും മത്സരിച്ച് വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നുവെച്ചു ഈ അടുക്കള? ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ ജീവിച്ചിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം. ഇവിടെ എപ്പോൾ ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കുന്നു, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു, ഇഞ്ചിയോ പുതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു. അടുപ്പത്ത് തിളക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിവും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു. എഴുന്നേറ്റു കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുറച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എപ്പോൾ ഒരാൾ വിശന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. വയൽക്കരെ ഇപ്പോഴില്ലാത്ത TP രാജീവനാണിത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് അടുക്കള എന്ന് പറയുന്ന ഒരു ആശയം അവിടെ പറയുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു സ്ത്രീയുടെ ജീവിതം അടുക്കള എന്ന പശ്ചാത്തലത്തിൽ എത്രത്തോളമാണ് ഒതുങ്ങി നിൽക്കുന്നത് എന്നുള്ളതും അവരുടെ ത്യാഗം, സഹനം എന്നിവയെല്ലാം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഒരുപാട് മേഖലയിൽ കഴിവുകളും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എന്താണ് അടുക്കളയിൽ ആ ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥ വന്നിരിക്കുന്നതിനെ കുറിച്ചും ഒക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. നമുക്ക് എന്തായാലും നേരെ ഈ കവിതയിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം.
കവിതയിലേക്ക് എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, നാടിന്റെയും വീടിന്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. എന്താ പറയുന്നത്? സമൃദ്ധി നിറഞ്ഞ ഒരു നാടിനെ കുറിച്ചാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും വിളയുന്ന ഒരു സമ്പന്നമായ താഴ്വര. കൂടാതെ ആടും കോഴിയും താറാവും പന്നിയും മേയുന്നു. ഇതിൽ നിന്നും ആ നാടിനെ കുറിച്ചും വീടിനെ കുറിച്ചും അവിടുത്തെ സമൃദ്ധിയെക്കുറിച്ചും വളരെ വ്യക്തമായി മനസ്സിലാക്കാം. രണ്ടാമത്തെ ചോദ്യം, ഈ അടുക്കളയിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ് എന്നാണ് ചോദിക്കുന്നത്. അടുക്കളയിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ്? കഴിക്കും, നുറുക്കുന്നു, മീൻ വൃത്തിയാക്കുന്നു, ഇറച്ചി വെട്ടുന്നു, അരി ഗോതമ്പ് അരക്കുന്നു, മല്യമുളക് അരക്കുന്നു, ഇഞ്ചി പൊതിന ചതക്കുന്നു, പാകമായോ എന്ന് നോക്കുന്നു, കൈ കഴുകുന്നു, നിലം വൃത്തിയാക്കുന്നു, പാത്രങ്ങൾ കഴുകുന്നു തുടങ്ങിയ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രവൃത്തികളാണ് അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത്, ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏത് വരിയാണ്? ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ചെയ്തു തീരാത്ത പണികൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അടുക്കളക്കാരിയുടെ വയറ് വിശന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പൊ ആ വരിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത പ്രവർത്തനം വിശന്ന് നിലവിളിക്കുന്നവർ എന്നുള്ളതാണ്. അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? കുട്ടികളും അനാഥരും ഭക്ഷണം ലഭിക്കാത്തവരും ആയിരിക്കും അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത്, ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കാൻ കാരണം എന്താവും? എന്തുകൊണ്ടാണ്? അടുക്കളയിൽ ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ഭക്ഷണത്തിന് അതിനേക്കാൾ ഏറെ ആവശ്യക്കാരും അസമയത്ത് എത്തുന്ന അതിഥികളും ഉള്ളപ്പോൾ വിശപ്പ് തീരാതെയും ഒന്നും കഴിക്കാൻ കിട്ടാതെയും ഇരിക്കുന്ന പാചകം ചെയ്യുന്ന ആളെ കുറിച്ച് തന്നെയാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, അടുക്കളയിലെ പണികൾ തീരുന്ന സമയം ഇല്ലതാണ്. ഒരു പാചകം കഴിഞ്ഞ് അതിന്റെ വൃത്തിയാക്കലും മറ്റും കഴിയുമ്പോഴേക്കും അടുത്ത പാചകത്തിന്റെ സമയമാകും. ഇതിനിടയിൽ അടുക്കളക്കാർക്ക് ഭക്ഷണം കഴിക്കാനോ ഭക്ഷണം കഴിച്ചോ എന്ന് ആരെങ്കിലും തിരക്കാനോ ഉണ്ടാവാറില്ല. അടുക്കളയിൽ വിശന്ന് നിലവിളിക്കുന്നത് അടുക്കളക്കാരിയായ ആ സ്ത്രീ തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത്, അടുക്കളക്കുള്ളിൽ എന്നുള്ള പ്രവർത്തനമാണ്. മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകി ഒരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെഴുന്നേറ്റില്ല. സംക്രമണം ആറ്റൂർ രവിവർമ്മയാണ് എഴുതിയിട്ടുള്ളത്. അടുക്കളയിലെ തേഞ്ഞു തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ. എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ. പ്രതിഷ്ഠ സാവിത്രി രാജീവനാണ് എഴുതിയിട്ടുള്ളത്. ഈ കവിതാഭാഗങ്ങൾ അടുക്കള എന്ന കവിതയുമായി ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ ഇതിൽ രണ്ടിലും പറയുന്നത് എന്താണോ അതാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വളരെ ഭംഗിയോടെ കൂടെ അവതരിപ്പിച്ച ഒരു കവിതയാണ് അടുക്കള. അത്തരത്തിൽ ആശയം തരുന്ന രണ്ട് കവിതകളാണ് ആറ്റൂർ രവിവർമ്മയുടെയും സാവിത്രി രാജീവന്റെയും. ഒരു സ്ത്രീയുടെ ജീവിതം കുട്ടികൾക്കും ഭർത്താവിനും മറ്റു ചുറ്റുമുള്ളവർക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഉറക്കമോ വിശ്രമമോ ഇല്ലാത്ത ജീവിതം. സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ നേരത്തെ എഴുന്നേറ്റ് ജോലി തുടങ്ങുകയും മയങ്ങുകയോ വിശ്രമമോ ഇല്ലാതെ അത് തുടരുകയും ചെയ്യുന്ന ജീവിതം. സംക്രമണം എന്ന ഈ കവിത ഭാഗത്ത് വളരെ വ്യക്തമായി ഇത് പറയുന്നു. അടുക്കളയിൽ തേഞ്ഞുതീരുന്ന ഉപകരണത്തെ പോലെയാണ് സ്ത്രീയെ ഉപമിച്ചിരിക്കുന്നത്. മാത്രമല്ല, കുട്ടികൾക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന യന്ത്രമാണെന്നും പറയുന്നു. ഒരു സ്ത്രീയുടെ ജീവിതത്തെ ഇത്രയും മനോഹരമായി ഇനി വർണ്ണിക്കാൻ സാധിക്കുകയില്ല. പ്രതിഷ്ഠ എന്ന കവിതാ ഭാഗത്തിലൂടെ സാവിത്രി രാജീവൻ ഇത് സാമാന്യമായി ചെയ്തിരിക്കുന്നു. സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളെയും മാനസികാവസ്ഥയെയും വളരെ മനോഹരമായാണ് ഈ മൂന്ന് കവിതകളിലും വർണ്ണിച്ചിരിക്കുന്നത്. കാലം മാറും തോറും ഇതിനെല്ലാം മാറ്റം വരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതോടുകൂടി ഈ ഒരു പാഠഭാഗം കഴിഞ്ഞു. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് ചട്ടിപ്പത്തിരി എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.